ദൈവസങ്കല്പമാണ് തെയ്യം. വടക്കേ മലബാറിൻ്റെ തനത് സംസ്കാരങ്ങളിലൊന്ന്. മനുഷ്യനെയും അവന് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയെയും കേന്ദ്രമാക്കിയുള്ള പ്രകൃതി വിചാര വ്യവസ്ഥയാണ് തെയ്യം. ലോകത്തെവിടെയും ഇത്രയും പുരാവർത്ത വൈവിധ്യമുള്ള കലാരൂപം ഉള്ളതായിട്ടറിവില്ല. ഒരു ജനതയുടെ ദൈവസങ്കല്പം വർഷത്തിലൊരു തവണ നേരിട്ട് വന്ന് അവനോട് സംവദിക്കുകയാണ്. തെയ്യം ഉറഞ്ഞാടുന്ന നാടിനെ സംബന്ധിച്ച് തെയ്യം വെറുമൊരു കലയല്ല, അത് ആ നാടിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിച്ചു മരിച്ചുപോയ അറുങ്കൊലക്ക് വിധേയരായ നാടുവാഴിത്തം കശാപ്പ് ചെയ്ത ചതിയിൽപ്പെട്ട മനുഷ്യർ തെയ്യത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പരിണാമമാണത്. സമൂഹത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർ തെയ്യമായി മാറുന്നു. വീരപുരുഷന്മാർ തെയ്യമായി മാറുകയാണ്. വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമായ തെയ്യം കേവലം അനുഷ്ഠാന കലാരൂപം എന്നിവയ്ക്കപ്പുറത്ത് ഒരു കാലത്ത് നിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായ കലാപമായിരുന്നു നടത്തിയിരുന്നത്. 20ഓളം സമൂഹങ്ങൾ തെയ്യം കെട്ടുന്നുണ്ട്. മലയൻ, വണ്ണാൻ, മുന്നൂറ്റാൻ, അഞ്ഞൂറ്റാൻ, മാവിലൻ തുടങ്ങി നിരവധി സമൂഹങ്ങളാണ് തെയ്യംകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ളത്. വേഷം കെട്ടുന്നതോടുകൂടി തെയ്യം കലാകാരന് അമാനുഷിക ശക്തി കൈവരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിവേഗതയിലുള്ള അംഗചലനങ്ങൾ, അമിതഭാരമുള്ള തിരുമുടികൾ, ഇവയെല്ലാം അഗ്നിയുടെ ഉപയോഗം, ഇവയെല്ലാം ചിലപ്പോഴൊക്കെ വലിയ അപകടങ്ങളും വിളിച്ചു വരുത്താറുണ്ട്. നിറയെ വൈവിധ്യമുള്ള ഈ അനുഷ്ഠാന കലാരൂപത്തെ അതിൻ്റെ തനിമ ചോരാതെ നിലനിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമാണ്. September 2022